ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. വികസിത ഭാരതത്തിലേക്കുള്ള മികച്ച ചുവടുവയ്പ്പാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ തൊഴിൽ രംഗം വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം സംവിധാനം മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറന്റ് മന്ത്രി ആർ ബിന്ദു തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ മകരവിളക്ക് കാലത്തെ തീർത്ഥാടകർക്കുള്ള ദർശനം ഇന്ന് അവസാനിക്കും. പൂജകൾ പൂർത്തിയാക്കി ക്ഷേത്രനട നാളെ അടയ്ക്കും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 15ാം നിയമസഭയുടെ 16ാം സമ്മേളനമാണിത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാവും നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുക. ഈ മാസം 22, 27, 28 തീയതികളിലാവും നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ചർച്ച. ജനുവരി 29 ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കും. ഫെബ്രുവരി 2 മുതൽ 4 വരെ ബജറ്റ് ചർച്ചയും നടത്തും. മാർച്ച് 26 വരെ 32 ദിവസം സഭ സമ്മേളിക്കുന്ന വിധത്തിലാണ് കാര്യപരിപാടികൾ എങ്കിലും ഇതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായാൽ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കാൻ തന്നെയാണ് സാധ്യത. വികസിത ഭാരതത്തിലേക്കുള്ള മികച്ച ചുവടുവയ്പ്പാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കൌൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ കോഴിക്കോട് NITയിൽ സംഘടിപ്പിച്ച NEP 2020 നാഷണൽ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാഷണൽ മിഷൻ ഫോർ മെന്ററിംഗ് വെബ് പേജ് പ്രകാശനവും ഗവർണർ നിർവഹിച്ചു. സംസ്ഥാനത്തെ തൊഴിൽ രംഗം വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം സംവിധാനം കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആയിരക്കണക്കിൽ തൊഴിലില്ലാത്ത ആളുകൾക്ക് അടുത്ത ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ തൊഴിൽ ഉറപ്പാക്കാൻ കഴിയും വിധമാണ് ഈ പ്രവർത്തനം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നവകേരളം എന്നത് ഒരു സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതനിരപേക്ഷതയുടെ കരുത്തുറ്റ തുരുത്തായി കേരളം നിലകൊള്ളുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊല്ലത്ത് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ശ്രീനാരായണ ഗുരു പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഗുരു ജാതിക്കതീതമായി ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ കേരളം ഇന്നും പിന്തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. കൊല്ലം കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 7 നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് 2026 ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറന്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സർഗോത്സവം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സർഗോത്സവത്തിന്റെ ഭാഗമായി ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. 3 ദിവസത്തെ സർഗോത്സവം 21-ന് സമാപിക്കും. ഇന്ത്യ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റ് 2026 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബുധനാഴ്ച തുടക്കമാകും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലാണ് സമ്മേളനം. ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച് ഇന്ത്യൻ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ആഗോള സമ്മേളനമാണ് ഇത്. 3 ദിവസത്തെ സമ്മേളനത്തിൽ 70-ലധികം രാജ്യങ്ങളിൽ നിന്നായി 100ഓളം അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടികയിലുള്ള പേരുകൾ നീക്കം ചെയ്യാനായി ഇതുവരെ 5528 അപേക്ഷകൾ ലഭിച്ചു. പട്ടികയിലില്ലാത്ത 5,64,810 പേരാണ് പേര് ചേർക്കാനായി അപേക്ഷിച്ചിട്ടുള്ളത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 28-ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. കേരള കുംഭമേളയെന്ന് വിശേഷിപ്പിക്കുന്ന പ്രഥമ മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായയിൽ തുടക്കമായി. മാഘാഗുപ്ത നവരാത്രി ആരംഭ ദിനമായ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ധ്വജാരോഹണം നടത്തി മേള ഉദ്ഘാടനം ചെയ്തു. മേളയുടെ ഭാഗമായ രഥയാത്രയ്ക്കും ഇന്ന് തുടക്കമായി. ഇന്ന് മുതൽ ഫെബ്രുവരി 3 വരെയാണ് മേള. ശബരിമലയിൽ മകരവിളക്ക് കാലത്തെ തീർത്ഥാടകർക്കുള്ള ദർശനം ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകിട്ട് 6 വരെ പമ്പയിലെത്തിയ തീർത്ഥാടകരെ ദർശനത്തിനായി സന്നിധാനത്തേക്ക് കടത്തിവിട്ടു. രാത്രി 9-ന് നടയടച്ച ശേഷം മാളികപ്പുറത്ത് ഗുരുതി പൂജ നടക്കും.
നാളെ രാവിലെ 6:30 പൂജകളും ചടങ്ങുകളും പൂർത്തിയാക്കി നടയടയ്ക്കും. മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് സന്നിധാനത്തെ ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും നടത്തിയ പരിശോധനയിൽ വിവിധ കേസുകളിലായി 3,64,000 രൂപ പിഴ ഈടാക്കി. അമിതവില ഈടാക്കൽ, തൂക്കത്തിൽ കുറച്ചു വിൽപ്പന തുടങ്ങി വിവിധ നിയമലംഘനങ്ങൾ നടത്തിയ സ്ഥാപനങ്ങളിൽ നിന്നാണ് പിഴ ഈടാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയെക്കുറിച്ചുള്ള ചർച്ചയുടെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 1:45 കേൾക്കാം. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സൂര്യ എസ് സംസാരിക്കും. നെല്ലിയാമ്പതിയിലെ കാർഷിക വൈവിധ്യവും ഇക്കോ ടൂറിസം സാധ്യതകളും പരിചയപ്പെടുത്തുന്നതിനായി ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിക്കും. അടുത്ത മാസം 5 മുതൽ നടക്കുന്ന നെല്ലിയാമ്പതി ടൂറിസം ഫെസ്റ്റ് നടത്തിപ്പിനായി കെ ബാബു MLA ചെയർമാനായി സ്വാഗത സംഘം രൂപീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. നാച്ചുറ 26 എന്ന പേരിലാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന അഗ്രി ഹോർട്ടി ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. സർക്കാർ ഓറഞ്ച് ഫാം കേന്ദ്രീകരിച്ചാണ് കാർഷിക പ്രദർശന വിപണന മേള ഉൾപ്പെടുന്ന ഫെസ്റ്റ് നടക്കുക. ഫാമിലെ പോളി ഹൌസ്, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് എന്നിവ പരിചയപ്പെടാൻ സന്ദർശകർക്ക് അവസരം ലഭിക്കും. സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട്, ഓറഞ്ച് തോട്ടങ്ങൾക്കൊപ്പം ശീതകാല പച്ചക്കറി പ്ലോട്ടുകൾ കാണാനുള്ള സൗകര്യവും ഏർപ്പെടുത്തുന്നുണ്ട്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇന്ന് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. വഡോദര അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 324 പോയിന്റ് താഴ്ന്ന് 83,246-ലും നിഫ്റ്റി 109 പോയിന്റ് നഷ്ടത്തിൽ 25,586-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 1,800 രൂപ വർദ്ധിച്ച് 1,07,240 രൂപയും ഗ്രാമിന് 13,405 രൂപയുമാണ് വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചതിനു പിന്നാലെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നോർത്ത് സോൺ DIG അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഫെബ്രുവരി 19-ന് കോഴിക്കോട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. KPCCയുടെ പ്രിയദർശിനി പുരസ്കാരം ഡോക്ടർ M ലീലാവതിക്ക് രാഹുൽ ഗാന്ധി MP സമ്മാനിച്ചു. ശ്രീമതി ലീലാവതിയുടെ വീട്ടിലെത്തിയാണ് അദ്ദേഹം പുരസ്കാരം സമ്മാനിച്ചത്. M ലീലാവതി രാജ്യത്തിന്റെ അഭിമാന ചിഹ്നമാണെന്നും എല്ലാവർക്കും ഊർജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. വികസിത ഭാരതത്തിലേക്കുള്ള മികച്ച ചുവടുവയ്പ്പാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ തൊഴിൽ രംഗം വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം സംവിധാനം മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറന്റ് മന്ത്രി R ബിന്ദു തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ മകരവിളക്ക് കാലത്തെ തീർത്ഥാടകർക്കുള്ള ദർശനം ഇന്ന് അവസാനിക്കും. പൂജകൾ പൂർത്തിയാക്കി ക്ഷേത്രനട നാളെ അടയ്ക്കും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.